പരിശുദ്ധമായ ളുഹാ നിസ്കാരം നിർവഹിക്കുന്നവരാണോ നിങ്ങളൊക്കെ മറന്നു പോകുന്നൊരു സംഗതിയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാത്തൊരു സംഗതിയുണ്ട്. ളുഹാ നിസ്കാരം കഴിഞ്ഞിട്ട് വെറും 17 തവണ ഈ അത്ഭുത മന്ത്രം ചൊല്ലിയാൽ, ഈ ദിക്ർ ചൊല്ലിയാൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അള്ളാഹു അത് നടത്തിത്തരും. നിങ്ങൾക്കുടൻ തന്നെ ഒരു സന്തോഷ വർത്തമാനം കേൾക്കാൻ പറ്റും. അത്ഭുതം നിറഞ്ഞ, നമ്മുടെ സമ്പത്തിനെ ഉയർത്തുന്ന, ദാരിദ്ര്യത്തെ നീക്കുന്ന, പ്രയാസങ്ങളെ നീക്കുന്ന, കടക്കണിയിൽ നിന്ന് മോചനം നൽകുന്ന ആ അത്ഭുത മന്ത്രം ഏതാണ്? പഠിക്കേണ്ടത് നമുക്ക്. ഈ ആഴ്ചയിലെ വിജയി ആരാണെന്നറിയണം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങളൊക്കെ അവൻ നീക്കിത്തരട്ടെ. എടാ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ ബുദ്ധിമുട്ടുകളും നീക്കിത്തരുന്ന ഒരു നിസ്കാരമുണ്ട് ഇല്ലേ? വല്ലുഹാ വല്ലൈലി ഇദാ സജാ. ജീവിതത്തിൽ പ്രകാശം വരുന്നത് പോലെ, സൂര്യൻ പൊട്ടിവിടരുന്നത് പോലുള്ളൊരു സമയമാണ് ളുഹ എന്ന് പറയണത് അല്ലേ? ആ ളുഹ നിസ്കാരം, അത് ജീവിതത്തിൽ എന്ത് പ്രയാസമുണ്ടോ ആ പ്രയാസങ്ങളൊക്കെ നീക്കുന്ന നിസ്കാരമാണ്. ആ നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു അത്ഭുതം നിറഞ്ഞ പ്രാർത്ഥന വെറും 17 തവണ. 5 മിനിറ്റ് വേണ്ട 2 മിനിറ്റ് വേണ്ടാന്നേ. നിങ്ങളൊരു സന്തോഷ വർത്താനം കേൾക്കൂട്ടോ. നിങ്ങളുടെ ജീവിതം പിന്നെ കളർഫുള്ളാകും. വേറെ ഒന്നും വേണ്ട. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾ നീങ്ങാനും ഇത് മതി, വേറെ ഒരുപാടൊന്നും കുത്തിയിരുന്ന് ചൊല്ലേണ്ടതില്ല എന്നാണ്. പഠിച്ചാലോ നമുക്ക്. ആദ്യം ളുഹയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ളുഹാ നിസ്കാരം പലരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ടോ അല്ലേ? ളുഹ എന്ന് പറഞ്ഞാൽ ആ പ്രഭാത സമയമാണ് അല്ലേ? അത്ഭുതം നിറഞ്ഞൊരു സമയമാണത്. അതായത് ളുഹയുടെ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഒരു 9 to 10 മണി, ആ സമയത്തൊക്കെയാണ് ചൂട് പിടിക്കുന്ന സമയം. മലക്കുകൾ ഏറ്റവും കൂടുതൽ തസ്ബീഹ് ചെല്ലുന്നത് ആ സമയത്താണെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരു സമയം എന്ന് പറയുന്നത് മഗ്രിബിൻ്റെ സമയത്താണ്. അപ്പോൾ ളുഹായുടെ ആ ചൂടിങ്ങനെ കൂടി നിൽക്കുന്ന സമയവും മഗ്രിബിൻ്റെ സമയത്തുമാണ് അള്ളാഹുവിൻ്റെ മാലാകമാർ കൂടുതൽ തസ്ബീഹുകൾ ചൊല്ലുന്നത്. അപ്പോൾ ഒരാളിങ്ങനെ അള്ളാഹുവിന് വേണ്ടി ളുഹാ നിസ്കാരം പതിവാക്കിയാൽ സുബ്ഹാനല്ലാഹ്, എന്നിട്ട് അവൻ ഈ ദുആയും ചൊല്ലിയാൽ അവൻ്റെ എന്ത് പ്രയാസമാണെങ്കിലും അല്ലാഹ് മാറ്റും, എന്ത് വിഷമാണെങ്കിലും അല്ലാഹ് നീക്കും, എന്താഗ്രഹമാണെങ്കിലും അള്ളാഹു റബ്ബുൽ ആലമീൻ അത് നടത്തിക്കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അപ്പോൾ അത്ര അത്ഭുതം നിറഞ്ഞ പ്രാർത്ഥന ഏതാണെന്ന് നമുക്കൊന്ന് പഠിക്കണ്ടേ? മാത്രമല്ല, ഈ ളുഹാ നിസ്കാരത്തിനൊരു പ്രത്യേകത ഉണ്ടോ. അതായത് ഇതെല്ലാവർക്കും പതിവാക്കാൻ പറ്റൂല. ഞാനൊക്കെ പണ്ട് നിസ്കരിച്ചതായിരുന്നു, ഇപ്പം പറ്റണില്ല എന്നാണ്. ഈ നിസ്കാരം ഇഖ്ലാസോടെ തഖ്വയോടെ സ്വാലിഹീങ്ങൾക്ക് മാത്രമേ നിസ്കരിക്കാൻ പറ്റുള്ളൂ, വേറെ ആർക്കും നിസ്കരിക്കാൻ പറ്റൂല എന്നേ. അതാണ് ഈ നിസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തഖ്വയോടെ ഇത് പതിവാക്കാൻ പറ്റണമെങ്കിൽ അള്ളാഹുവായിട്ട് പ്രണയമുള്ളവർക്കേ പറ്റുള്ളൂ ഇല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ തന്നെയാണെങ്കിൽ അങ്ങനെയല്ലേ? ചില കാര്യങ്ങൾ ഭർത്താവിന് ചെയ്തു കൊടുക്കാൻ, അത് കല്യാണം കഴിഞ്ഞ സമയത്ത് ഭർത്താവിനോട് ആദ്യമായിട്ട് എങ്ങനെ പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ മോശമല്ലേ? ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഭർത്താവ് 5 മണിക്ക് വീട്ടിൽ നിന്ന് പോകും. 5 മണിക്ക് വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ 5 മണിക്ക് വീട്ടിൽ നിന്ന് പോണ സമയത്ത് ഭർത്താവിൻ്റെ ഒരു ആഗ്രഹമുണ്ട്, എൻ്റെ ഭാര്യ ആ സമയത്ത് ചായ ഉണ്ടാക്കി തരണം. 5 മണിക്ക് ഭർത്താവ് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഭാര്യ ചായ ഉണ്ടാക്കണമെങ്കിൽ ഭാര്യ ഒരു 4:30-ക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് എണീക്കണ്ടേ? അപ്പോൾ 4:30 മണിക്ക് എണീറ്റ് അവന് ചായ ഉണ്ടാക്കി കൊടുത്തു കല്യാണം കഴിഞ്ഞപ്പോൾ. കാരണം കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ സമയമല്ലേ. അപ്പോൾ എന്നൊരു 10 കൊല്ലം കഴിഞ്ഞിട്ടോ, 10 കൊല്ലം കഴിഞ്ഞപ്പോൾ എടി ചായ, എൻ്റെ പൊന്നിക്കാക്ക 4:30 മണി, മനുഷ്യൻ എവിടെയെങ്കിലും ഒന്ന് കിടക്കട്ടെ, ഞാൻ രാവിലെ എണീറ്റ് വൈകുന്നേരം വരെ അടുക്കളയിൽ നിൽക്കാനുള്ളത് എന്നെ കൊണ്ട് പറ്റൂലിക്കാക്ക, നിങ്ങൾ വല്ല ചായക്കടയിലും പോയി കുടിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഭർത്താവിനോട് തക്കവയില്ല ഇല്ലേ? അവിടെ ഒരു പ്രണയമില്ല. എന്നാൽ യഥാർത്ഥ പ്രണയം എവിടെയാ? അന്ന് എൻ്റെ ഇക്കാക്ക പറഞ്ഞു 5 മണിക്കൊരു ചായ കിട്ടിയാൽ കൊള്ളായിരുന്നു. നിർബന്ധമൊന്നുമില്ല, ഇക്കാക്ക പറഞ്ഞിട്ടേ ഉള്ളൂ, സുന്നത്താണ്, നിർബന്ധമൊന്നുമില്ല, നീ തന്നം എന്നൊന്നും പറഞ്ഞില്ല. എൻ്റെ ഇക്കാക്കയുടെ ഒരു ആഗ്രഹം, ഞാൻ സുന്നത്ത് ചെയ്യുമ്പോൾ അള്ളാഹുവിലേക്ക് കൂടുതൽ ഇറക്കുമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ഇക്കാക്കയുടെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ ഇക്കാക്കയിലേക്ക് ഞാൻ അടുക്കും ഇല്ലേ? അപ്പോൾ എന്നതുപോലെ അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇക്കാക്ക എന്നോട് ആദ്യം ഒരു തവണയെ പറഞ്ഞുള്ളൂ. ഞാനത് 10 കൊല്ലം കഴിഞ്ഞിട്ട് ഞാനത് അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട്. കാരണം എന്താ? അതെൻ്റെ ഇക്കാക്കനോടുള്ള ഇഷ്ടമാണ്. എന്നതുപോലെ ളുഹാ നിസ്കാരം എല്ലാവർക്കും പതിവാക്കാൻ പറ്റൂലടാ. അത് സ്വാലിഹീങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ, അള്ളാഹുവിനോട് അത്ര ഇഷ്ടമുള്ളവർക്കേ പറ്റുള്ളൂ. പിന്നെ ചില ആൾക്കാരുണ്ട്, ഒരു കടമ നിർവഹിക്കുന്ന ആളുകൾ. 5 മണിക്കാ ഭണ്ഡാരം പിടിക്കാനായിട്ട് ചായയെങ്കിൽ ചായ കൊണ്ടുപോയി കുടിക്കും, മനുഷ്യനെ ഇറങ്ങാറാക്കാനായിട്ട്. ഇതുപോലെ ളുഹാ നിസ്കരിക്കുന്നവരുണ്ട്. അവർ ചിലപ്പോൾ എല്ലാ ദിവസവും നിസ്കരിക്കും. കൂലി കിട്ടാൻ നിസ്കരിക്കണവർക്ക് അവർ കൂലി കിട്ടാൻ നിസ്കരിക്കുന്ന ആളുകളല്ല നമ്മൾ ആരെ കിട്ടാൻ നിസ്കരിക്കണം? നമ്മൾ അള്ളാനെ കിട്ടാൻ നിസ്കരിക്കുന്നവരാ.
ഇല്ലേ? സ്വർഗം അല്ല എന്നോർക്കടോ, കള്ളൂഷാപ്പല്ല വേശ്യത്തോപ്പല്ല, സ്വർഗം അല്ല എന്നോർക്കടോ. നിങ്ങൾക്ക് അവിടെ കള്ള് കലക്കി തരാനും വേശ്യത്തോപ്പൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന സാധനമൊന്നുമല്ല സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ ജസാഉഹും ഇൻദ റബ്ബിഹിം, അള്ളാൻ്റെ അടുക്കൽ, അള്ളാൻ്റെ ഐന്ദിയത്ത്, അള്ളാൻ്റെ മഅയ്യത്ത്, അള്ളാൻ്റെ ഒരു സമീപസ്ഥത, അള്ളാഹുവിൻ്റെ ഒരു സാമീപ്യം, അല്ലെങ്കിൽ അള്ളാഹിനെ കാണാൻ പറ്റുക, ഇതാണ് സ്വർഗം. നമ്മൾ പഠിച്ചു അല്ലേ? ഇത് വേണ്ടവർ മനസ്സറിഞ്ഞ് തന്നെ ദുആ നിസ്കരിക്കും, അവർ മുടക്കാതെ ദുആ നിസ്കരിക്കും. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഏതായാലും ദുആ നിസ്കാരം ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ പതിവാക്കുന്ന ആളുകൾക്കൊരു 10 മഹത്വങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണെന്നറിയോ? അവരുടെ തെറ്റുകളൊക്കെ അള്ളാഹ് പുറത്തു കൊടുക്കും. ഇല്ലേ? നിങ്ങൾ 5 മണിക്ക് ചായ ഉണ്ടാക്കി ഡെയിലി കൊടുത്തു നോക്കിയേ, അതൊന്നും സാരല്ലടി, നീ എൻ്റെ മുത്തല്ലേ. അതാണ് ഇങ്ങനെ ഡെയിലി അള്ളാഹിനെ പ്രണയിച്ചൊന്ന് ദുആ നിസ്കരിച്ച് നോക്കിയേ, സെറ്റാണ് സംഗതികളൊക്കെ പുറത്തു തരും അള്ളാഹ് ഇങ്ങനെ താങ്ങിയെടുക്കും നിങ്ങളെ. രണ്ടാമത്തേത്, നമ്മുടെ ബോഡിയിൽ 360 ജോയിൻറ്റുകളുണ്ട് ഇല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം ചോദിച്ചു, സ്വഹാബത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിലി 360 പേർക്ക് സ്വതക്ക കൊടുക്കാൻ പറ്റുമോ? നബി, ഞങ്ങൾ പാവപ്പെട്ടവരാണ് യാ റസൂലല്ലാഹ്. എന്നാൽ ദുആ നിസ്കരിച്ചോ. 360 ആളുകൾക്ക് സ്വതക്ക കൊടുക്കുന്നതിന് തുല്യമാണ് എന്ത്? നമ്മുടെ ദുആ നിസ്കാരം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് ആഗ്രഹങ്ങൾ നടക്കാൻ. നിങ്ങൾ ആഗ്രഹങ്ങൾ നടക്കൂലാന്ന് കരുതിയ സംഗതികൾ അള്ളാഹിനെ പ്രണയിച്ച് നിങ്ങൾ അതായത് ആഗ്രഹം നടക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യരുത്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് ഈ ആഴ്ച വീട്ടിൽ പോയി നിൽക്കണം, ഒരു 10 ദിവസമെങ്കിലും പോയി നിൽക്കണം. അപ്പോൾ നിങ്ങൾ പതിവില്ലാണ്ട് രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് 5 മണിക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാൻ പോയി. പതിവില്ലാണ്ട് അങ്ങനെ. അത് നിങ്ങൾ ഭർത്താവിനെ സ്നേഹിച്ചിട്ടാണോ വീട്ടിൽ പോകാനാണോ? എന്തിനു കൊടുക്കണതാ? അത് വീട്ടിൽ പോകാൻ. ആ ചായ കൊടുത്ത് സോപ്പിട്ടിട്ട് തലയണ മന്ത്രത്തിലൂടെയൊക്കെ 2 ദിവസം കഴിയുമ്പോൾ ഇക്കാക്ക ഞാൻ വീട്ടിൽ പോയി നിന്നോട്ടെ, അന്നാ പോയിക്കോ. അല്ലെങ്കിൽ ചില ഭർത്താക്കന്മാർ അത് കാളവാല് പൊക്കണണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എവിടെ പോകണ്ട, നീ പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാൻ കടയിൽ നിന്ന് ചായ കുടിച്ചോളാം. അങ്ങനെയല്ല അത് ഇല്ലേ? അതായത് കാര്യം നേടാനല്ല ചായ, അതായത് ആഗ്രഹങ്ങൾ നിറവേറാനല്ല ദുആ. അള്ളാഹിനെ പ്രണയിച്ചുകൊണ്ട് ദുആ നിസ്കരിച്ചാൽ നിങ്ങളുടെ ആഗ്രഹം അള്ളാഹ് നിറവേറ്റിത്തരും. നിങ്ങൾ പതിവായി ഭർത്താവിന് ഇങ്ങനെ ചായ എടുത്തൊക്കെ 5 മണിക്ക് എണീറ്റിട്ട് ആ പ്രണയത്തോടെ കൊടുക്കണം. വെറുതെ അങ്ങനെ അടല്ല, പ്രണയം നിറഞ്ഞു നോക്കട്ടെ. നിങ്ങളുടെ ആഗ്രഹം ആര് നടത്തിത്തരും? ഭർത്താവ് നടത്തിത്തരും. ഇതൊക്കെ നമ്മുടെ ഈ കുടുംബജീവിതത്തിലൊക്കെ ഉദാഹരണം ഉണ്ട് റബ്ബിനെ പഠിക്കാനായിട്ട്. അതുപോലെ ടെൻഷൻ, മടി, ഇതൊക്കെ കൊണ്ടുവരാൻ രക്ഷയില്ല. ഭയങ്കര ടെൻഷൻ. എടാ ദുആ നിസ്കരിക്ക്. ആ സമയത്ത് വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. നിങ്ങൾ ടെൻഷനാക്കൂല, നിങ്ങളുടെ സങ്കടമൊക്കെ അള്ളാഹ് മാറ്റിത്തരുന്നേ. ദുആ പതിവാക്കുക. അതുപോലെ തന്നെ 4മത്തേത്, പരിപൂർണമായൊരു ഉംറ നിർവഹിച്ച പ്രതിഫലമാണ് തഖ്വയോടെ ഒരു ദുആ നിസ്കരിച്ചാൽ. പരിപൂർണമായ ഉംറ വീട്ടിൽ നിന്ന് ഡെയിലി നിസ്കരിക്കാൻ പറ്റിയാൽ എന്തൊരു ഭാഗ്യമാണ്. അള്ളാഹ് തൗഫീഖ് ചെയ്യട്ടെ. 5മത്തേത് നരകമോചനമാണ്. നരകത്തിൽ നിന്ന് മോചനം. അള്ളാഹിനെ കിട്ടിയാൽ പിന്നെ എന്ത് നരകം അല്ലേ? അള്ളാഹിനെ കിട്ടലാണ് പ്രധാനം. നരകത്തിൽ നിന്ന് അള്ളാഹു മോചനം തരും. 6മത്തേത് പഠനത്തിൽ ശ്രദ്ധയില്ല, ജോലിയിൽ ശ്രദ്ധയില്ല, ഒന്നിലും ശ്രദ്ധയില്ല, ഭയങ്കര ഉഴപ്പാണ്. ദുആ നിസ്കരിച്ചോ. നിങ്ങളുടെ കുഞ്ഞുങ്ങളത് ശീലാക്കണം ചെറുപ്പം മുതലേ. ദുആ അതിങ്ങനെ ശീലാക്കി കൊടുക്കണം. കുഞ്ഞുങ്ങളത് ചെയ്യട്ടെ, നിർവഹിക്കട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പഠനത്തിൽ നല്ല പുരോഗതി ഉണ്ടാകാനും ശ്രദ്ധ, കോൺസെൻട്രേഷൻ കൂടാനൊക്കെ വളരെ നല്ലതാണ്. 7മത്തേത് സ്വർഗത്തിൽ 8 കവാടമുണ്ട്. അതിൽ ഒരു കവാടം ദുആ നിസ്കരിക്കുന്നവർക്കുള്ളതാണ്. അവിടെ മലക്കുകൾ ഇങ്ങനെ വെൽക്കം വെൽക്കം വെൽക്കം, ദുആ നിസ്കരിച്ചവർക്ക് ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞ് മലക്കുകൾ സ്വാഗതം ചെയ്യും. ഓക്കെ. 8മത്തേത് ശരീരത്തിൻ്റെ പല ഭാഗത്തിലും വേദനയുണ്ട്, മാനസിക ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ. നമ്മൾ ഈ ദുആ നിസ്കരിച്ചിട്ട് ഞാൻ ഈ പറയുന്ന ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ രോഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹ് മാറ്റിത്തരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 9മത്തേത്, നിങ്ങൾ ഈ ദുആ നിസ്കരിച്ചിട്ട് ഈ ദിക്ർ പതിവായി ചൊല്ലിയാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ സന്തോഷ വർത്തമാനങ്ങൾ കേൾക്കാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ ഒരിക്കലും നടക്കൂല എന്ന് കരുതിയ സംഗതികൾ നടന്നു അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷ വർത്താനമൊക്കെ കേൾക്കാൻ തുടങ്ങും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 10മത്തേത്, ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു കാവൽ തരും. ഖബറിലേക്ക് ചെല്ലുമ്പോൾ ഇല്ലേ, മുൻഗണനക്കിറക്ക് അവിടെ ഉണ്ടാവും. ദുആ നിസ്കരിച്ചവർക്ക് വല്ലാത്തൊരു സ്വീകരണമാണ് അവിടെ കിട്ടുക എന്നാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എപ്പോഴാണ് ദുആ നിസ്കരിക്കേണ്ടത് എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്ത ആളുകളുണ്ട്, പുതിയ ആളുകളും. ഇനി അറിയുന്നവർ തന്നെ തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അതായത് സൂര്യൻ ഉദിച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞാൽ ദുആ നിസ്കാരത്തിൻ്റെ സമയമായി. അതായത് ഇപ്പോൾ 6 മണിക്കാണ് സൂര്യൻ ഉദിക്കണതെങ്കിൽ 6:20 മുതൽ നിസ്കരിക്കാം. ഏതുവരെ നിസ്കരിക്കാം? ളുഹറിൻ്റെ ബാങ്ക് വരെ, ളുഹർ ബാങ്കിന് മുമ്പ് വരെ നിസ്കരിക്കാം. എന്നാൽ അതിൽ ഏറ്റവും നല്ല സമയം എപ്പോഴാണ്? അത് ഒന്ന് ചൂട് പിടിച്ച് വരുന്ന, വെയിലൊന്ന് ചൂട് പിടിച്ച് വരുന്ന സമയം, ഒരു 9 മണി 10 മണിയുടെ ആ സമയത്തൊക്കെ നിസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ആ സമയത്ത് മലക്കുകളിങ്ങനെ തസ്ബീഹുകൾ കൂടുതൽ ചൊല്ലുന്ന സമയമാണ് അത്രേ. അപ്പോൾ അത് നമ്മുടെ ഈ നിസ്കാരം കൂടെ ചേർന്ന് വരുമ്പോൾ വല്ലാത്തൊരു മഹാഭാഗ്യമാണ്. മനസ്സിലായോ? ഏറ്റവും കൂടിയത് 12 റക്അത്താണ്. സാധാരണഗതിയിൽ 8 റക്അത്താണ്.
ചുരുങ്ങിയത് 2 റക്അത്താണ്. 2 അല്ലെങ്കിൽ 4 6 8 10 12 എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിസ്കരിക്കാവുന്നതാണ്. ഏറ്റവും ചുരുങ്ങിയത് 2 വേണം. നിയ്യത്ത് ചെയ്യേണ്ടത് എന്താണ്? സുന്നത്താക്കപ്പെട്ട ളുഹാ നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബലക്ക് അഭിമുഖമായി ഞാൻ നിസ്കരിക്കുന്നു ഇല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ 4 റക്അത്ത് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് വേണം. അപ്പോൾ 2 റക്അത്ത് തന്നെയാണ് നിയ്യത്ത് വെക്കേണ്ടത്. ഇനിയിപ്പോൾ എങ്ങനെ നിസ്കരിക്കേണ്ടത് എല്ലാവർക്കും അറിയാമല്ലോ. ആദ്യം നമ്മൾ നിയ്യത്ത് ചെയ്തുകൊണ്ട് തക്ബീർ ഇടും. അപ്പോൾ തക്ബീറും നിയ്യത്തും തമ്മിൽ ഒരു അത് ഏത് നിസ്കാരമാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തക്ബീർ കെട്ടുന്നതിനിടയിൽ നിയ്യത്ത് മനസ്സിലുണ്ടാകണം. അല്ലാതെ നമ്മൾ കുറച്ച് നേരം മുമ്പ് വായ കൊണ്ട് നിയ്യത്ത് പറഞ്ഞു എന്നിട്ട് അല്ലാഹു അക്ബർ, നിസ്കാരം ശരിയാവില്ല. തക്ബീറും നിയ്യത്തിൽ ഈ തക്ബീറത്തുൽ ഇഹ്റാമും നിയ്യത്തും കൂടെ ചേരണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ളുഹാ നിസ്കരിക്കാണ് 4 റക്അത്താണ് 2 റക്അത്താണ് സുന്നത്താണ് എന്നുള്ള ബോധ്യം നമ്മുടെ കൽബിൽ ഉണ്ടായിരിക്കണം. ആ ഉണ്ടായിരിക്കുന്ന സമയത്ത് അല്ലാഹു അക്ബർ, മനസ്സിലായോ? തക്ബീർ കെട്ടിയിട്ട് വജ്ജഹത്ത് ഓതുക, പിന്നെ ഫാത്തിഹ ഓതുക. പിന്നെ ഏത് സൂറത്ത് ഓതേണ്ടത് അറിയുമെങ്കിൽ ഏറ്റവും നല്ലത് വശംസി വദുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ എന്ന് തുടങ്ങുന്ന വശംസ് സൂറത്തു ഷംസ് ഓതലാണ് ഏറ്റവും നല്ലത്. ഷംസ് ഓതിക്കഴിഞ്ഞിട്ട് ഉടൻ തന്നെ മറ്റൊരു സൂറത്തും കൂടെ ഓരോ സുന്നത്തുണ്ട്. ഏതാണത്? സൂറത്തുൽ കാഫിറൂനാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഇനി സൂറത്തു ഷംസ് നിങ്ങൾക്കറിയില്ലേ? കാഫിറൂൻ മാത്രമെങ്കിലും ഓതുക. ഓക്കെ. ഇനി അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നേരെ റുക്കോ എഴുത്തിദാൽ സുജൂദ് ഇടയിലെടുത്തൊക്കെ കഴിഞ്ഞിട്ട് 2ാമത്തെ റക്അത്തിലേക്ക് എണീറ്റാൽ 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുക. ഫാത്തിഹയ്ക്ക് ശേഷം വല്ലുഹാ വല്ലൈലി ഇദാ സജാ വല്ലുഹാ സൂറത്ത് ഓതുക. വല്ലുഹാ സൂറത്ത് ഓതിയിട്ട് ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് ഇഖ്ലാസ് സൂറത്തും കൂടെ ഓതുക. എന്നിട്ട് ബാക്കി സാധാരണ പോലെ നിസ്കരിച്ച് സലാം വീട്ടുക. ഇങ്ങനെ ഈ 2 റക്അത്തുകളിൽ അങ്ങനെ നിങ്ങൾക്ക് കൃത്യമായി നിർവഹിക്കാവുന്നതാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ ഇടയിലൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ റിലീഫ് പദ്ധതിയുടെ കാര്യം മറക്കണ്ട കേട്ടോ. ഒരു പാവപ്പെട്ട ഉസ്താദിൻ്റെ കാര്യം നമ്മൾ ഏറ്റെടുത്തു. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പലരെയും നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അവരെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ ആര് നമ്മളെ ചേർത്ത് പിടിക്കും? അള്ളാഹ് നമ്മളെ ചേർത്ത് പിടിക്കും. അവരുടെ കണ്ണീര് നമ്മൾ തുടക്കുമ്പോൾ നമ്മുടെ കണ്ണീര് തുടക്കാൻ ആരുമില്ലെങ്കിലും പടച്ചവനുണ്ടാവും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇനി ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടൊരു ദുആ ഉണ്ട് 17 തവണ. ആ ദുആ നിങ്ങൾ ചൊല്ലിയാൽ അള്ളാഹു എല്ലാം തരും. അതൊരു ദിക്റാണ്. അപ്പോൾ ഈ നിസ്കാരം കഴിഞ്ഞ് ഈ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ ദ്വാരക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ദ്വായിനിടയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ ദ്വായാണ് വേണ്ടത്, വേറെ ഇടയിലോട്ടൊന്നും കയറ്റരുത്. എന്താണത്? റബ്ബി ഗഫിർലി വറഹംനി വതുബ് അലയ്യ ഇന്നക അൻത തവ്വാബുർ റഹീം. പടച്ചോൻ എനിക്ക് നീ പുറത്തു തരണേ. ഇസ്തിഗ്ഫാറാണ്. അപ്പോൾ ഇസ്തിഗ്ഫാർ കൊണ്ട് പാപമോചനം. നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് പാപമോചനമാണ്. പക്ഷെ അള്ളാഹ് തരുന്നത് സാമ്പത്തിക അഭിവൃദ്ധി, ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ, ദീർഘായുസ്, പെട്ടെന്ന് മരിക്കൂല. എന്തൊരു അത്ഭുതമാണത്! ഒന്ന് ആലോചിച്ചോക്കെ എത്ര വലിയ അത്ഭുതമാണത്. അതുപോലെ വർഹംനി, നിൻ്റെ കാരുണ്യം തരണേ അല്ലാ. വതുബ് അലയ്യ, എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കണേ അല്ലാ. അപ്പോൾ മനസ്സിൽ പശ്ചാത്താപം ഉണ്ടാകണം. ഇന്നക അൻത തവ്വാബുർ റഹീം, നീ അങ്ങേയറ്റം തൗബ സ്വീകരിക്കുന്നവനും കരുണ ചെയ്യുന്നവനും റബ്ബേ. ആ ബോധ്യത്തിൽ അള്ളാനെ പ്രണയിച്ചുകൊണ്ട് വേണം ഇതൊക്കെ ചൊല്ലാൻ. 17 പ്രാവശ്യം ചൊല്ലിയിട്ട് നിങ്ങൾ ഇതുവായിരുന്നു. ആ 17 തവണ ചൊല്ലിയിട്ട് ഒരു സ്വലാത്തും കൂടെ കൂട്ടിച്ചേർക്കുക. ഏതെങ്കിലും ഒരു സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഹലി, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സ്വലാത്താണെങ്കിലും അതുകൂടെ കൂട്ടിച്ചേർത്തിട്ട് നിങ്ങൾ ഇതുവായിരുന്നു. നടക്കും എന്ന് പറഞ്ഞാൽ നടക്കും. അള്ളാഹ് നടത്തിത്തരും. ഉറപ്പാണ്. പക്ഷേ ഇഷ്ടപ്പെട്ട് ചായ കൊടുക്കണം, കഷ്ടപ്പെട്ട് കൊടുക്കരുത്. അപ്പോഴേ അത് സെറ്റാവുള്ളൂ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഓക്കെ. ഇനി ഈ ആഴ്ചയിലെ വിജയി ആരാണെന്ന് അറിയണം. നമ്മുടെ അഡ്മിൻസൊക്കെ ഒന്ന് വേഗം നോക്കിക്കേ. മാഷാ അല്ലാഹ്, അഷ്റഫ് ബാബു എന്ന് പറയുന്ന ഐഡിയിൽ നിന്നുള്ള കമൻറ്റിലാണ് ഈ ആഴ്ചത്തെ സമ്മാനം ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 2ാമത്തെ റിലീഫ് പദ്ധതിയുടെ 2ാമത്തെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ ഗൂഗിൾ പേ ഐഡിയും അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടും. അല്ലാഹു റബ്ബുൽ ആലമീൻ ബറക്കത്ത് ചെയ്യട്ടെ. കൺഗ്രാജുലേഷൻ. ഇന്ന് തന്നെ സമ്മാനം വന്നെത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഹർ ബാത്തിലാക്കാൻ അള്ളാഹ് ഇറക്കി കൊടുത്ത 2 സൂറത്തുകൾ ഏതാണ്? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? സൂറത്തുൽ ഫലക്കും സൂറത്തുൻ നാസും അല്ലേ? അള്ളാഹു ആ സൂറത്തിൻ്റെയൊക്കെ കാവൽ നമുക്ക് തരട്ടെ. ഇന്നത്തെ ചോദ്യം നമുക്കേറെ അറിയുന്നൊരു ചോദ്യമാണ്, എന്നാലും ഒന്നുകൂടെ ഉണർത്താൻ വേണ്ടിയിട്ടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്ത ചങ്ങാതിയുടെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി
وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. റഹ്മുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഹായിബാക്കല്ലേ അല്ലാഹ്. ഇതിൻ്റെ മിസ്ല് സവാബ് ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാഹ്. പടച്ചോനെ, ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് മനസ്സിലുള്ള മുറാദുകളെല്ലാം ഹാസുലാക്കണേ അല്ലാ, സങ്കടങ്ങളെല്ലാം അകറ്റണേ അല്ലാ, വേദനകളെല്ലാം നീക്കണേ അല്ലാ. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട്, എല്ലാവരുടെയും വസിയത്തുകൾ ഏറ്റെടുക്കണേ അല്ലാ. അസുഖബാധിതരുണ്ട്, പ്രയാസങ്ങൾ നീക്കണേ അല്ലാ. മക്കളെ നേർവഴിയിലാക്കണേ അല്ലാ. പഠനങ്ങളിൽ, പാഠ്യേതര വിഷയങ്ങളിൽ, അഡ്മിഷനുകളിലൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തവരുടെ കടങ്ങൾ നീക്കണേ അല്ലാ. കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. വിഷമങ്ങൾ അകറ്റണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാ. തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും പുറത്തു കൊടുക്കണേ അല്ലാ. ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ, ഞങ്ങളുടെ മനസ്സിൽ ആരുടെ മുഖമാണോ ഉള്ളത് അവരുടെ ഖബർ നീ വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങളാരെയും നീ പെട്ടെന്ന് മരിപ്പിക്കല്ലേ അല്ലാ. പരിശുദ്ധ ഭൂമിയിലെത്താതെ തിരിച്ചു വിളിക്കല്ലേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.